അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ക്ഷണിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരുമിച്ച് കൂടിയത് സവേറ അലിഫ് ആർട്ട് ഫെസ്റ്റ് എന്ന സുന്ദരമായ വേദിയിൽ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇസ്ലാം എന്ന ധർമ്മം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം മറ്റു ഏതൊരു പ്രസ്ഥാനത്തിനേക്കാളും ഉയർന്നതാണ്. ഖുർആൻ പറയുന്നു, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ സമാനമായ അവകാശങ്ങളുണ്ട്. എന്നാൽ ഏതൊക്കെ രൂപത്തിലാണ്? ആദ്യമായി പറയുന്നു ആത്മീയ സമാനത. അള്ളാഹുവിനെ ആരാധിക്കുന്നതിലും പുണ്യം നേടുന്നതിലും ആൺപെണ്ണെന്ന വ്യത്യാസമില്ല. ആരെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുന്നതാണ്. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് നോക്കൂ. വിദ്യ നേടൽ ഓരോ മുസ്ലിം സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ്. അറിവിൽ സ്ത്രീകൾ പിന്നിലല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്വത്തവകാശത്തിലേക്ക് വന്നാലോ, 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിതാവിന്റെയും ഭർത്താവിന്റെയും സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മകളായും പിന്നീട് ഭാര്യയായും ഉമ്മയായും ഇസ്ലാം സ്ത്രീകളെ ആദരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഉമ്മയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. ഉമ്മയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗ്ഗമെന്ന്. ഞാൻ ഉപസംഹരിക്കട്ടെ. ലൈസ അഹദും മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ 3 പെൺമക്കളെ അല്ലെങ്കിൽ 3 സഹോദരങ്ങളെ ദീനിച്ചിട്ടയോടുകൂടി വളർത്തുകയും അവർക്ക് നല്ല രീതിയിൽ ദീനി വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അവർക്ക് നരകവിമുക്ത നൽകുമെന്ന് ഹബീബുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം അവരെ ഗൗരവിക്കുന്നു, ആദരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഗൗരവിക്കാനും ആദരിക്കാനും മുസ്ലിമായി ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കോണ്ടക്ടർ ബി. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, വിധികർത്താക്കൾ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് സവേറ അലിഫ് ആർട്ട് ഫെസ്റ്റ് എന്ന ഈ സുന്ദരമായ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇസ്ലാം എന്ന ധർമ്മം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാം എന്ന ധർമ്മം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം മറ്റു ഏതൊരു പ്രസ്ഥാനത്തെക്കാളും ഉയർന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സ്ത്രീകൾക്ക് പുരുഷന്മാർ പോലെ തന്നെ സമമായ അവകാശങ്ങളുണ്ട്. എന്നാൽ ഏതൊക്കെ രൂപത്തിലാണ്? ആദ്യമായി പറയുന്നത് ആത്മീയ സമാനത. ആത്മീയ സമാനത എന്ന് വെച്ചാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലും പുണ്യം നേടുന്നതിലും ആൺ പെണ്ണെന്ന വ്യത്യാസമില്ല. ആരെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അതിനുള്ള അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ്. വിദ്യാഭ്യാസത്തിലേക്ക് നോക്കിയാലോ, ഇസ്ലാം ധർമ്മം പറയുന്നു, ഓരോ മുസ്ലിമായ സ്ത്രീക്കും പുരുഷൻക്കും വിദ്യാഭ്യാസം നിർബന്ധമാണ്. വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾ പിന്നിലല്ല എന്ന് ഇസ്ലാം ധർമ്മം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഇസ്ലാം ധർമ്മം പറയുന്നു, എന്നെ അവകാശത്തിലേക്ക് നോക്കിയാലോ, 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപ്പയുടെയും ഭർത്താവിന്റെയും സ്വത്തവകാശം സ്ത്രീകൾക്കുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യയെ നല്ല രീതിയിൽ നോക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയെ കുറിച്ച് പറഞ്ഞു, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗ്ഗമെന്ന് പറഞ്ഞു. ഉപസംഹരിക്കട്ടെ. ഇസ്ലാം ധർമ്മം അവരെ ഗൗരവിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ഗൗരവിക്കാനും ആദരിക്കാനും മുസ്ലിമായി ജീവിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം തുടരുന്നു. വേദിയിൽ കോണ്ടക്ടർ സി. വേദിക്കയിലെ
Collector C, judges please not. ಒಂದು ಕಡೆ ಅನುಭವದ ಆಟಗಾರರು, ಇನ್ನೊಂದು ಕಡೆ ಗೆಲುವಿನ ಹಪಾಹಪಿ ಇರುವ ಯುವ ಪಡೆಗಳು. ಈ ಸವೇರಾ ವೇದಿಕೆಯಲ್ಲಿ ಯಾರು ಮಿಂಚುತ್ತಾರೆ ಮತ್ತು ಯಾರು ಮರೆಯಾಗುತ್ತಾರೆ ಎಂಬುದು ಇದೀಗ ನಿರ್ಧಾರವಾಗಲಿದೆ. ಕಾದು ನೋಡೋಣ ನಮಗೆ ಯಾರ ಮಡಿಲಿಗೆ ವಿಜಯದ ಮಾಲೆಯೊಂದು. 100ನೇ ಪ್ಲಾಟೂನ್ 297 ಅಂಕಗಳೊಂದಿಗೆ ಪ್ರಥಮ ಸ್ಥಾನದಲ್ಲಿದ್ದರೆ, ಇಲ್ಲ ನಾವು ಬಿಟ್ಟುಕೊಡಲು ಯಾವತ್ತೂ ರೆಡಿಯಲ್ಲ, ತಯಾರಿಲ್ಲ ಎಂಬ ಘೋಷವಾಕ್ಯವನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತಾ ನಜರಾನಿ ಪ್ಲಾಟೂನ್ ಕೇವಲ 22 ಅಂಕಗಳಲ್ಲಿ ದ್ವಿತೀಯ ಸ್ಥಾನದಲ್ಲಿ ತೃಪ್ತಿಪಟ್ಟಿದ್ದಾರೆ. ಎಲ್ಲರೂ ಜೋರಾಗಿ ಹೊಡೆಹಿರಿ ಕುಲೂ ತಕ್ಬೀರ್. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് സവേര ആർട്ട് ഫെസ്റ്റിന്റെ ആവേശത്തിലാണ്. ഖുർആനിനെ പറ്റിയിട്ടും ആധുനിക ശാസ്ത്രത്തിനെ പറ്റിയിട്ടും ഒന്ന് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിമിന്റെ വേദഗ്രന്ഥമായ പവിത്ര ഖുർആൻ എന്നേക്കുമുള്ള ആകർഷയാണ്. അത് കേവലം ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് മനുഷ്യ ജീവികളെയും സകല മേഖലകളെയും പറ്റി തെളിവ് നൽകുന്ന മഹത്തായ പ്രമാണമാണ്. നിങ്ങൾ നോക്കൂ, ആധുനിക ലോകവും സാങ്കേതിക വിദ്യയും എത്രയോ മുന്നേറിയിട്ടുണ്ട്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ട ഖുർആൻ, ആധുനിക ശാസ്ത്രം ഇന്ന് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആധുനിക ശാസ്ത്രം ഇന്ന് കണ്ടുപിടിക്കുന്ന എന്നാൽ ഞാൻ ഉദാഹരണം പറയട്ടെയോ, മനുഷ്യ ഭ്രൂണത്തെ, അതായത് എംബ്രിയോളജിനെ പറ്റിയും സാഗരത്തെ പറ്റിയും ആകാശത്തിന്റെ പ്രശിഷ്ടിപ്പിനെ പറ്റിയും ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആധുനിക ശാസ്ത്രം ഇന്ന് കണ്ടുപിടിക്കുന്ന ഖുർആൻ അന്നേ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ മദ്യപാനം, മനുഷ്യ അന്യായം എന്നിവയെല്ലാം ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉപസംഹരിക്കട്ടെയോ, നമ്മൾക്ക് ഖുർആനിന്റെ തജ്വീദിനനുസരിച്ച് ഓതാനും അതിന്റെ നിയമമനുസരിച്ച് നിൽക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വേദിയിൽ തുടരുന്നു കോഡ്ലെക്ടർ ഇ. ഇത് കഴിഞ്ഞ ഉടനെ മാപ്പിളപ്പാട്ട് മത്സരം വേദിയിൽ. ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಆದಷ್ಟು ಬೇಗ ಗ್ರೀನ್ ರೂಮ್ಗೆ ತಲುಪಬೇಕಾಗಿ ವಿನಂತಿ. ಮಾಪಿಳಪಾട്ട് മത്സരം ഇത് കഴിഞ്ഞാലുടനെ ഉണ്ടായിരിക്കുന്നതാണ്. Just number please. Just number 315 on the stage. Just number 315 for lecture D. Start. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെ, ഇന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സവേറ അലിഫ് ആർട്ട് ഫെസ്റ്റിലാണ്. ഈ സുന്ദരമായ നിമിഷത്തിൽ ഖുർആനും ആധുനികവും എന്ന വിഷയത്തോടെ ഞാൻ 2 വാക്ക് സംസാരിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മുസ്ലിമീങ്ങളെ, വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അത് എന്നേക്കുമുള്ള മാർഗദർശിയാണ്. അത് കേവലം ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളെ പറ്റി തെളിവ് നൽകുന്ന മഹത്തായ പ്രമാണമാണ്. നിങ്ങൾ നോക്കൂ, ആധുനിക ലോകം ശാസ്ത്രവും അതായത് സയൻസ് സാങ്കേതിക വിദ്യയും എത്രയോ മുന്നേറിക്കളഞ്ഞു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ ആധുനിക ശാസ്ത്രം കൗതുകത്തോടെ നോക്കിക്കാണുന്ന പല സത്യങ്ങളുമുണ്ട്. എന്നാൽ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ആകാശലോകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റിയും മനുഷ്യഭ്രൂണത്തിന്റെ അതായത് എംബ്രിയോളജി വളർച്ചയെ പറ്റിയും സാഗരങ്ങളെ പറ്റിയും ഖുർആൻ വ്യക്തമായി പറയുന്നു. ആധുനിക ലോകം ഇന്ന് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും ഖുർആൻ അന്നേ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ആധുനിക ലോകത്തെ സാമൂഹിക പ്രശ്നങ്ങളായ മദ്യപാന, പലിശ, അന്യായം എന്നിവക്കെല്ലാം ഖുർആൻ ശരിയായ പരിഹാരം നൽകുന്നു. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, നാം മനുഷ്യത്വ സമാനമായ വിഷയങ്ങൾക്കെല്ലാം
പറഞ്ഞതാണ്. ഞാൻ ഉപസംഹരിക്കട്ടെ. ഖുർആൻ പഴയ കാലത്തെ ഗ്രന്ഥമല്ലേമല്ല, മറിച്ച് ഇപ്പോഴും പുതുമയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ಇದರೊಂದಿಗೆ ಮಲಯಾಳ ಪ್ರಭಾಷಣ ಉಪಸಂಹರಿಸಿರಿക്കുന്നു ವೇದಿಯಲ್ಲಿ